അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൽ നിന്നുള്ള വഹി വന്നു. സൂറത്തുൻ നൂറിലെ 10 ആയത്തുകൾ. ആ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായും വളരെ വിശദമായും പറഞ്ഞു. ആ ഭാഗം അള്ളാഹു തുടങ്ങിയത് തന്നെ ഈ കള്ളപ്രചരണം കൊണ്ടുവന്നവർ, എഴുന്നള്ളിച്ചവർ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു ആ കാര്യത്തിൻ്റെ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും വിശദമായി തന്നെ പറഞ്ഞു. കാരണം ഇത് ആയിഷ ബീവി എന്ന ഒരു സ്ത്രീയുടെ മാത്രം വിഷയമല്ല, ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ചാരിത്രത്തിൻ്റെ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഒരു വ്യഭിചാര ആരോപണത്തിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നബിയുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണ്. നബിയുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു പെട്ടെന്ന് ഇടപെടുകയും അതിനെ വിമലീകരിക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രവാചകൻ്റെ പ്രബോധനത്തിൻ്റെ മാധ്യമം, ആയുധം, അല്ലെങ്കിൽ അതിനെ പ്രവാചകൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, നബിയുടെ വ്യക്തിത്വമാണ്. നബിയുടെ വ്യക്തിത്വമാണ്. അത് നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് സ്ഥലത്ത് കണ്ടു, ഇനിയും ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാനും കേൾക്കാനുമുണ്ട്. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിനെയാണ് ഇവിടെ മുനാഫിക്കുകൾ അപായപ്പെടുത്തിയിരിക്കുന്നത്. അതിനെതിരെയാണ് ചളിവാരി എറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഒരാൾ വന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് തെളിവിനെ അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ല? എന്തിനാണ് നിങ്ങൾ എടുത്തു ചാടിയത്? തുടങ്ങിയ ഒരുപാട് നിരൂപണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ നൽകുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആയത്തുകൾ വന്നതോടുകൂടി നബി വല്ലാത്ത സന്തോഷാതിരേകത്തോടുകൂടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ ആയിഷ, അമാ വല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ഇന്നല്ലാഹ ബർറഅകി, അല്ലാഹു നിന്നെ അപവാദങ്ങളിൽ നിന്ന് മുക്തയാക്കിയിരിക്കുന്നു. സന്തോഷം പറഞ്ഞു. വല്ലാത്തൊരു സന്തോഷമുള്ള സമയമായിരുന്നു അത്. ആയിഷ ബീവിയുടെ അടുത്ത് തന്നെ ഉമ്മു റൂമാൻ നിൽക്കുന്നുണ്ട്. അവർ വല്ലാതെ സന്തോഷിച്ചു. തൻ്റെ മകളുടെ ജീവിതത്തെ വകഞ്ഞു നിൽക്കുന്ന കാർമേഘമാണ് അലിഞ്ഞില്ലാതെയായി തീർന്നിരിക്കുന്നത്. അവർ പറഞ്ഞു, ആയിഷ ഖൂമി വഷ്കുരി, എഴുന്നേൽക്കൂ, നബിയോട് നന്ദി പറയൂ എന്ന് പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ എഴുന്നേൽക്കില്ല, ഞാൻ നബിയോട് നന്ദി പറയില്ല. എനിക്ക് നന്ദി പറയാനുള്ളതെല്ലാം, സ്തുതിക്കാനുള്ളതെല്ലാം അള്ളാഹുവിനോട് മാത്രമാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടിയുറച്ച വിശ്വാസമാണ്. അങ്ങനെ ഒരു വിശ്വാസം എല്ലാവർക്കും പറയാൻ കഴിയില്ല, എല്ലാവർക്കും പുലർത്താൻ കഴിയില്ല. അത് ശരിക്കും നിഷ്കളങ്കയാണോ, ശരിക്കും തെറ്റിൽ നിന്ന് മുക്തയാണോ, അവർക്ക് മാത്രം കഴിയുന്ന ഒരു ധൈര്യമാണ് ആയിഷ ബീവി പ്രകടിപ്പിച്ചത്. നബിയോട് പറയുന്നുണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞു, ഞാൻ ക്ഷമിക്കുകയാണ്. എന്താണ് ആ ക്ഷമിക്കുകയാണ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ ശക്തി? അള്ളാഹു എൻ്റെ വിശുദ്ധി കാണാതിരിക്കില്ല, അംഗീകരിക്കാതിരിക്കില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ആ ഒരു ഉറപ്പാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ആ ഒരു സംഭവം അതോടുകൂടി അവസാനിക്കുകയാണ്. പിന്നെ ഈ അപവാദം പരത്തിയവരിൽ പലരും ഉണ്ടായിരുന്നു. അവർ പക്ഷേ പല ആൾക്കാരും ഇത് മനസ്സിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. സ്വാഭാവികമായും അങ്ങനെയാണ്, പരസ്യമായി പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ സഹാബിമാരുടെ കൂട്ടത്തിൽ ചിലർ പരസ്യമായി പറയുക തന്നെ ചെയ്തു. അങ്ങനത്തെ ആൾക്കാരെ
ഇസ്ലാമിക കോടതിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. ഇസ്ലാമിൻ്റെ ഒരു വലിയ നന്മയാണത്. ഒരു പെണ്ണിനെക്കുറിച്ച് അപവാദം പറഞ്ഞാൽ അത് വലിയ തെറ്റായി ഇസ്ലാം കാണുന്നു. 7 മഹാപാപങ്ങളിൽ ഒന്നായി ഇസ്ലാം കാണുന്നു. ഖദ്ഫുൽ മുഹ്സനാത്ത്, സച്ചരിതകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുക എന്നത്. അങ്ങനെ പറഞ്ഞാൽ അത് തെളിയിക്കാൻ, ആ ആരോപണം തെളിയിക്കാൻ ആവശ്യമായ 4 സാക്ഷികളെ അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞതുമില്ല എങ്കിൽ ആ പറഞ്ഞവനെ ശിക്ഷിക്കണമെന്നാണ്, കഠിനമായി ശിക്ഷിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. നോക്കൂ, ഇക്കാര്യം ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതത്തിലുമില്ല, ആർക്കും പറയാൻ കഴിയില്ല. ആണിനെക്കുറിച്ച് അപവാദം പറഞ്ഞാലല്ല, പെണ്ണിനെക്കുറിച്ച് അപവാദം പറഞ്ഞാൽ അതില്ലാത്തതാണ് എങ്കിൽ അവരെ ശിക്ഷിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. ആധുനിക ഫെമിനിസ്റ്റുകൾ പലപ്പോഴും ഇസ്ലാം പെണ്ണുങ്ങളെ ഒരു കറുത്ത കുപ്പായത്തിനുള്ളിലിട്ടു, അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചു, അവരുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചു എന്നൊക്കെ പരിതപിക്കാറുണ്ടല്ലോ. അവർ ഇത്തരത്തിലുള്ള മാനസികമായ അവസ്ഥകൾ കാണുന്നില്ല. ഒരു പെണ്ണ് വേദനിക്കരുത് എന്ന് ഇസ്ലാമിന് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഒരു പെണ്ണിനെതിരെ അപവാദം പറയുകയും അത് സ്ഥാപിക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ആ പറഞ്ഞവനെ അടിക്കണമെന്നാണ് പറയുന്നത്. 1 2 അടിയല്ല, 80 അടി. ഇത് ഇസ്ലാമിൻ്റെ ശിക്ഷാ നിയമത്തിൽ, സിവിൽ നിയമങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളങ്ങനെ ചിന്തിക്കണം, നമ്മളത് പഠിക്കണം, നമ്മളത് ലോകത്തോട് വിളിച്ച് പറയണം. കാരണം അത് നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ സമൂഹത്തിലെ ഒരു സ്ത്രീ അവളുടെ കണ്ണ് നനയാൻ പാടില്ല, അവളുടെ വദനങ്ങൾ ചുവക്കാൻ പാടില്ല, അവൾ വേദനിക്കാൻ പാടില്ല. ഒരു രംഗം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിക്കെതിരെ പരസ്യമായി തെളിവ് സഹിതം അപവാദം പറഞ്ഞുണ്ടാക്കിയ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവരെ ശിക്ഷിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞ മിസ്തഹ് ബിൻ ഉസാസയായിരുന്നു അതിലൊരാൾ. രണ്ടാമത്തെ ആൾ നബിയുടെ കവി തന്നെയായിരുന്ന ഹസ്സാൻ ബിൻ താബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മൂന്നാമത്തെ ആൾ ഒരു സ്ത്രീ ആയിരുന്നു. അത് നബിയുടെ കുടുംബക്കാരിയായൊരു സ്ത്രീ, ഹന്ന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ അസ്ല് മറക്കരുത്. ഇവരെ ശിക്ഷയ്ക്ക് വിധേയരാക്കിയെങ്കിലും അവരൊക്കെ നമ്മളെക്കാൾ നല്ല ഉത്തമകളായവരാണ്. അവരെ ശിക്ഷിച്ചു. ആ ശിക്ഷ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അല്ലേ ഇതിൻ്റെ സൂത്രധാരൻ? പക്ഷെ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അതീവ ബുദ്ധിമാനാണ്. പിടിക്കപ്പെടുക എന്ത് ചെയ്താലാണ്, എങ്ങനെ ചെയ്താലാണ്, അത് അയാൾക്കറിയാം. അതുകൊണ്ട് എപ്പോഴും വഴുതാനുള്ള ഒരു വിദ്യ അയാൾ ബാക്കി വെക്കും. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നബി അദ്ദേഹത്തെ ശിക്ഷിച്ചില്ല, അങ്ങനെയും വേണമെങ്കിൽ വെക്കാം. കാരണം അത് ഇമാമിൻ്റെ ഒരു പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ ശിക്ഷിച്ചാൽ അതുകൊണ്ട് ചില സാമൂഹ്യ വിപത്തുകൾ ആ സമയത്ത് ഉണ്ടാകും എന്ന് നബി കണ്ടിട്ടുണ്ടാകും. ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ കുടുംബവും തങ്ങളുടെ സമുദായവും എല്ലാവരും സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് പുറത്തു കിടന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.